എടാ, ഈ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം ആര് സൃഷ്ടിച്ചാണെന്ന് എനിക്കറിയാമോ? ഗാന്ധിജി അല്ലേ? അല്ല, പിന്നെ ആരാ? അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ യൂസഫ് മെഹർ അലി. അദ്ദേഹമാണ് ഈ മുദ്രാവാക്യം രചിച്ചത്. ഓ, സൈമൺ ഗോബാക്ക് എന്ന മുദ്രാവാക്യവും അദ്ദേഹത്തിന്റെ സൃഷ്ടിയില്ലേ? കറക്റ്റ്. അദ്ദേഹം 1942 ജയിലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബോംബെ മേയറായിട്ട് നാമനിർദ്ദേശം ചെയ്തു. ജയിലിൽ നിന്ന് ഇറങ്ങി മത്സരിച്ചു, വിജയിച്ചു. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു പുള്ളി. ലീഡേഴ്സ് ഓഫ് ഇന്ത്യ, ദ പ്രൈസ് ഓഫ് ലിബർട്ടി, അണ്ടർഗ്രൗണ്ട് മൂവ്മെന്റ് എന്നീ പുസ്തകങ്ങൾ രചിച്ചതും അദ്ദേഹമാണ്. അതെ. 1950 അദ്ദേഹം മരിക്കുന്നത് വരെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. മെഹർ അലി കർഷകർക്കും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്കും ഒപ്പം വളരെ സജീവമായിട്ടാണ് നിലകൊണ്ടത്. അങ്ങനെ എത്ര ആൾക്കാരുടെ ത്യാഗമാണല്ലേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം, ഓഗസ്റ്റ് ക്രാന്തി എന്നും അറിയപ്പെടുന്നുണ്ട്. 1942 ഓഗസ്റ്റ് 8 ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ജനപ്രിയവും ശക്തവുമായ ഒരു സമരങ്ങളിലൊന്നാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന സമര രക്തസാക്ഷികളെ അനുസ്മരിക്കാം, അവർക്ക് ആദരമർപ്പിക്കാം.